കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ FIUGP സ്റ്റുഡൻസിൻ്റെ BCom ബിസിനസ് റെഗുലേഷൻസ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നിരുന്നത്. അതിലെ 17 ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ചാപ്റ്റർ ആണ്. ഇത് കുറച്ച് ലെങ്തി ചാപ്റ്റർ, അതുകൊണ്ട് നമ്മൾ 2 പാർട്ടായിട്ടായിരിക്കും ഈ ചാപ്റ്റർ അപ്ലോഡ് ചെയ്യുന്നത്. അതിനുശേഷം ടെലഗ്രാം ചാനലിൽ നമ്മുടെ ഈ ഒരു ഫുൾ സബ്ജക്റ്റിൻ്റെ നോട്ട്സ്, സിമ്പിൾ നോട്ട്സ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേതെങ്കിലും ചാപ്റ്റേഴ്സ് നിങ്ങൾ കാണാൻ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അത് നോക്കാനായിട്ട് പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും താഴെ അവൈലബിൾ ആണ്. ഇതിന് എക്സാം അപ്ഡേഷൻസ് ബാക്കി കാര്യങ്ങൾക്കായിട്ട് നമ്മുടെ ഇൻസ്റ്റാ അക്കൗണ്ടിൻ്റെ ലിങ്കും ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പ്, നിങ്ങളുടെ FIUGP സ്റ്റുഡൻസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും താഴെ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ 18 നമുക്ക് നോക്കാം. സൈബർ ലോ എന്നുള്ളതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് സൈബർ ലോ എന്നുള്ളത് നോക്കാം. സൈബർ ലോ റെഫേഴ്സ് ടു ദി ലോസ് ആൻഡ് റൂൾസ് ദാറ്റ് റെഗുലേറ്റ് ആക്ടിവിറ്റീസ് ക്യാരിഡ് ഔട്ട് ത്രൂ കമ്പ്യൂട്ടേഴ്സ്, ദി ഇൻ്റർനെറ്റ് ആൻഡ് അതർ ഡിജിറ്റൽ ടെക്നോളജീസ്. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിലൂടെയും നമ്മുടെ ഇൻ്റർനെറ്റിലൂടെയും അല്ലെങ്കിൽ മറ്റുള്ള ഡിജിറ്റൽ ടെക്നോളജീസിലൂടെയും നടക്കുന്ന പലതരത്തിലുള്ള ആക്ടിവിറ്റീസിനെ റെഗുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് കൺട്രോൾ ചെയ്യാനുള്ള നിയമങ്ങൾ, റൂൾസ് ആൻഡ് ലോസിനെയാണ് നമ്മൾ സൈബർ ലോ എന്ന് പറയുന്നത്. ഇറ്റ് ഡീൽസ് വിത്ത് ഇഷ്യൂസ് സച്ച് ആസ് സൈബർ ക്രൈം, ഓൺലൈൻ ട്രാൻസാക്ഷൻസ്, ഡാറ്റ പ്രൊട്ടക്ഷൻ, ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് ആൻഡ് ഇലക്ട്രോണിക് റെക്കോർഡ്സ്. ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലോസും റൂൾസും ആണ് അതിൽ വരുന്നത്. ഇപ്പം നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് ഒത്തിരി സൈബർ ക്രൈമുകൾ നടക്കുന്നുണ്ട് ഇല്ലേ. അപ്പോൾ ഡാറ്റ പ്രൊട്ടക്ഷൻ നമുക്ക് ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ലോ വന്നിട്ടുള്ളത്. ഇനി ഇത് വന്ന വർഷം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം നമുക്ക് നോക്കാം. സൈബർ ലോ 2000. The Information Technology Act 2000 is the main cyber law in India. നമ്മുടെ ഇന്ത്യയിലെ സൈബർ ലോ എന്ന് പറയുന്നത് IT ആക്ട് അഥവാ ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് 2000 എന്നുള്ളതാണ്. ഓക്കെ, ഇത് വന്നിട്ടുള്ളത് ഏത് വർഷമാണ്? 17 ഒക്ടോബർ 2000 ഇത് വന്നിരിക്കുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ലീഗൽ റെക്കഗ്നീഷൻ ടു ഇലക്ട്രോണിക് റെക്കോർഡ്സ് ആൻഡ് ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് ആൻഡ് ഓൾസോ ഡീൽസ് വിത്ത് വേരിയസ് സൈബർ ഒഫൻസസ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പലതരത്തിലുള്ള സൈബർ ക്രൈംസിനെല്ലാം തന്നെ അതിൽ നിന്നെല്ലാം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ് ഇത്തരം ലോ വന്നിട്ടുള്ളത്. ഇനി അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. To give legal recognition to digital signatures, to give legal recognition to electronic records, to give legal recognition to electronic transactions and e-commerce, to allow banks and other organizations to maintain books of accounts electronically, to prevent and punish cyber crimes and misuse of computer resources. നമ്മുടെ നാട്ടിൽ നടക്കുന്ന പലതരത്തിലുള്ള സൈബർ ക്രൈംസ്, കമ്പ്യൂട്ടർ റിസോഴ്സ് മിസ്യൂസ് ചെയ്യുന്നതിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യുക, അങ്ങനെ ചെയ്യുന്നവരെ പണിഷ് ചെയ്യുക. ദെൻ ബാങ്കുകൾക്കും മറ്റും അവരെയൊക്കെ കൃത്യമായിട്ട് ഇന്ന് എല്ലാ കാര്യങ്ങളും ബാങ്കിലൊക്കെ നമ്മൾ ഇലക്ട്രോണിക്കലി ആണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിനൊക്കെയുള്ളൊരു സേഫ്റ്റി അവർക്ക് പ്രൊവൈഡ് ചെയ്യുക, അതുമായി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടേംസ് റിലേറ്റഡ് ടു സൈബർ ലോ ആണ്. സൈബർ ലോ റിലേറ്റ് ചെയ്തിട്ടുള്ള പലതരത്തിലുള്ള വേർഡുകൾ, ഇത് ഒരുപാടെണ്ണം നമുക്കിതിൽ അറിയുന്നത് തന്നെയാണ്, പക്ഷേ ഒത്തിരി വേർഡ്സ് നമുക്കിതിൽ നോക്കാനുണ്ട്. ഇപ്പോൾ ഇവർ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത് ഏകദേശം 25 വേർഡ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇത് മനസ്സിലാക്കി നിങ്ങൾ എഴുതിയാൽ മതിയായിരിക്കും. അങ്ങനെ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഉണ്ടാക്കി എഴുതാവുന്നതേ ഉള്ളൂ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആക്സസ് ആണ്. ആക്സസ് മീൻസ് ഗെയിനിങ് എൻട്രി ഇൻ ടു എ കമ്പ്യൂട്ടർ ഓർ കമ്പ്യൂട്ടർ സിസ്റ്റം ഓർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. നമുക്കിപ്പോൾ ഒരു നെറ്റ്വർക്കിലേക്ക് കയറാനുള്ള ആ ഒരു ആക്സസിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 2 അഡ്രസ്സി ആണ്. An addressee is the person for whom an electronic record or electronic communication is intended. The person receive the electronic communication. Simply പറയുവാണെങ്കിൽ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ റിസീവ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ അഡ്രസ്സി എന്ന് പറയുന്നത്. ഇനി അടുത്തത് affixing electronic signature ആണ്. Affixing an electronic signature means attaching an electronic signature to an electronic record. നമ്മൾ ഇപ്പം ചില ഓൺലൈനിൽ ചില ഫോമുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതിൽ നമുക്ക് നമ്മുടെ സിഗ്നേച്ചർ ഇടണം എന്നുണ്ടെങ്കിൽ അത് ഓൾറെഡി ഇലക്ട്രോണിക് റെക്കോർഡാണ്, അതിൽ നമ്മൾ ഇലക്ട്രോണിക് സിഗ്നേച്ചറാണ് നമ്മൾ ഇടുന്നത് അല്ലേ. അതിനെയാണ് നമ്മൾ ഫിക്സിങ് ഇലക്ട്രോണിക് സിഗ്നേച്ചർ എന്ന് പറയുന്നത്. ഇത് യൂസ് ചെയ്യുന്നത് റെക്കോർഡ്സ് ഒക്കെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അടുത്തത് അസിമെട്രിക് ക്രിപ്റ്റോ സിസ്റ്റം ആണ്. An asymmetric crypto system
uses two related keys. One is the private key and the other is the public key. അസിമെട്രിക് ക്രിപ്റ്റോ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഫോർമേഷനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് കീകൾ, അതായത് പ്രൈവറ്റ് കീയും ഉണ്ടാവും പബ്ലിക് കീയും ഉണ്ടാവും. അപ്പോൾ ഒരു ഇൻഫോർമേഷനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പ്രൈവറ്റ് കീയും പബ്ലിക് കീയും ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ അസിമെട്രിക് ക്രിപ്റ്റോ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, ഇറ്റ് ഈസ് യൂസ് ടു പ്രൊട്ടക്ട് ദ ഇൻഫോർമേഷൻ വിത്ത് 2 keys. അതാണ് പ്രൈവറ്റ് കീയും പബ്ലിക് കീയും. ഇനി പബ്ലിക് കീയുടെ ഒരു പ്രത്യേകത, യു ക്യാൻ ഷെയർ ഇറ്റ് വിത്ത് എനി വൺ. ആർക്ക് വേണമെങ്കിലും നമുക്കത് ഷെയർ ചെയ്യാനായിട്ട് പറ്റും, ആ ഒരു ഇൻഫോർമേഷൻ്റെ കീ. ഇനി പ്രൈവറ്റ് കീ എന്ന് പറഞ്ഞാൽ ഓൺലി യു ക്യാൻ ഹാവ് ഇറ്റ്. നമ്മുടെ കയ്യിൽ മാത്രമേ അത് വെക്കാൻ പറ്റുള്ളൂ, നമുക്ക് മാത്രമേ അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത്തരത്തിൽ 2 കേസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇൻഫോർമേഷനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനെയാണ് അസിമെട്രിക് ക്രിപ്റ്റോ സിസ്റ്റം എന്ന് പറയാം. ഇനി അടുത്തത് സർട്ടിഫൈങ് അതോറിറ്റിയാണ്. A certifying authority is an organization authorized to issue digital signature certificates. Digital signature certificates ഇഷ്യൂ ചെയ്യാനായിട്ട് അധികാരമുള്ള ഒരു ഓർഗനൈസേഷനെയാണ് നമ്മൾ സർട്ടിഫൈങ് അതോറിറ്റി എന്ന് പറയുക. അടുത്തത് കമ്മ്യൂണിക്കേഷൻ ഡിവൈസ്. അതായത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി സെൻഡ് ചെയ്യുന്നു, ഒരാളത് റിസീവ് ചെയ്യുന്നു, അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസുകൾ ഏതൊക്കെയാണ്? മൊബൈൽ ഫോൺസ് ഉണ്ടാവും, കമ്പ്യൂട്ടർ ഉണ്ടാവും, മറ്റുള്ള ഏതൊരു ഇലക്ട്രോണിക് ഡിവൈസും ഇതിൽ വരും അല്ലേ. അതായത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസുകൾ. അടുത്തത് കമ്പ്യൂട്ടറാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇലക്ട്രോണിക് ഡിവൈസാണ് ദാറ്റ് റിസീവ്സ്, പ്രോസസ്, സ്റ്റോർസ് ആൻഡ് പ്രൊഡ്യൂസസ് ദ ഇൻഫോർമേഷൻ. അടുത്തത് കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ്. A computer network is a group of computers or devices connected with each other. നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒന്നിലധികം ഉണ്ട് എന്നാണ് അർത്ഥം അല്ലേ. ഒരുപാട് കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് ഡിവൈസസ് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിരിക്കുകയാണ്. അതിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്തത് കമ്പ്യൂട്ടർ റിസോഴ്സ് ഉണ്ട്. എ കമ്പ്യൂട്ടർ റിസോഴ്സ് ഇൻക്ലൂഡ്സ് എ കമ്പ്യൂട്ടർ സിസ്റ്റം, നെറ്റ്വർക്ക്, ഡാറ്റാബേസ് ഓർ സോഫ്റ്റ്വെയർ. ഇതെല്ലാം അടങ്ങിയിട്ടുള്ളതിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ റിസോഴ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി അടുത്തത് കമ്പ്യൂട്ടർ സിസ്റ്റമാണ്. കമ്പ്യൂട്ടർ സിസ്റ്റം ഈസ് എ ഡിവൈസ് ഓർ ഗ്രൂപ്പ് ഓഫ് ഡിവൈസസ് യൂസ്ഡ് ഫോർ പ്രോസസ്സിങ് ഇൻഫോർമേഷൻ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ഡിവൈസ് അല്ലെങ്കിൽ കുറച്ച് അധികം ഡിവൈസസുകളെയാണ് കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അടുത്ത ടോപ്പിക്കാണ് സൈബർ കഫേ എന്ന് പറയുന്നത്. സൈബർ കഫേ ഈസ് എ പ്ലേസ് വെർ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇൻ്റർനെറ്റ് സർവീസസ് ആർ പ്രൊവൈഡഡ് ടു ദ പബ്ലിക്കിന് പലതരത്തിലുള്ള ഇൻ്റർനെറ്റ് സർവീസുകൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള കമ്പ്യൂട്ടർ സർവീസുകളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് സൈബർ കഫേ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കസ്റ്റമേഴ്സിന് പലതരത്തിലുള്ള ഓൺലൈൻ ആക്ടിവിറ്റീസ്, അത്തരത്തിലുള്ള ഫെസിലിറ്റീസ് എല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് എന്താണ് സൈബർ സെക്യൂരിറ്റി എന്നുള്ളതാണ്. സൈബർ സെക്യൂരിറ്റി മീൻസ് പ്രൊട്ടക്റ്റിംഗ് കമ്പ്യൂട്ടേഴ്സ്, നെറ്റ്വർക്ക്സ് ആൻഡ് ഡാറ്റ ഫ്രം അൺഓതറൈസ്ഡ് ആക്സസ് ഓർ അറ്റാക്സ്. ഇന്ന് പലതരത്തിലുള്ള സൈബർ ക്രൈംസും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണല്ലോ. അപ്പോൾ അതിൽ നിന്നെല്ലാം നമ്മുടെ ഡാറ്റയെ അല്ലെങ്കിൽ നമ്മുടെ നെറ്റ്വർക്കിനെ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനെയാണ് സൈബർ സെക്യൂരിറ്റി എന്ന് വിളിക്കുന്നത്. ദെൻ അടുത്ത ടേമാണ് ഡാറ്റ എന്ന് പറയുന്നത്. ഡാറ്റ മീൻസ് ഇൻഫോർമേഷൻ സ്റ്റോർഡ് ഓർ പ്രോസസ്ഡ് ഇൻ എ കമ്പ്യൂട്ടർ സിസ്റ്റം. ഇറ്റ് മേ ബി ഇൻ ദ ഫോം ഓഫ് ടെക്സ്റ്റ്, നമ്പേഴ്സ്, ഇമേജസ്, ഓഡിയോ ഓർ വീഡിയോ. അപ്പോൾ ഡാറ്റ എന്ന് പറയുന്നത് എപ്പോഴും റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആണ്. അത് കംപ്ലീറ്റ് അല്ല, ഇൻകംപ്ലീറ്റ് ആണ്. അത് പ്രോസസ്സ് ചെയ്യുമ്പോഴാണ് എന്തായി മാറുന്നത്, അതൊരു ഇൻഫോർമേഷനായിട്ട് മാറുന്നത്. അപ്പോൾ ഈ ഡാറ്റ എന്ന് പറയുന്നത് മേ ബി ടെക്സ്റ്റ് ഫോമിലായിരിക്കാം, നമ്പേഴ്സിലായിരിക്കാം, ഇമേജസിലായിരിക്കാം. പക്ഷേ അത് എന്തല്ല, ഇൻകംപ്ലീറ്റ് ആണ്, കംപ്ലീറ്റ് അല്ല. അത് നമ്മൾ പ്രോസസ്സ് ചെയ്തെടുക്കുമ്പോഴാണ് അതൊരു കംപ്ലീറ്റ് ഇൻഫോർമേഷനായിട്ട് മാറുന്നത്. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും ഡാറ്റയും ഇൻഫോർമേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കമ്പ്യൂട്ടറിൻ്റെ ഇതിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇനി അടുത്തത് എന്താണ് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്നുള്ളതാണ്. A digital signature is an electronic method used to verify the identity of a person and the authenticity of an electronic record. ഇപ്പോൾ നമ്മളൊരു പേഴ്സണെ എന്താ പറയുക, ഇലക്ട്രോണിക് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് വെരിഫൈ ചെയ്യുന്നതിനെയാണ് ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ റെക്കോർഡുകൾക്കും കാര്യങ്ങൾക്കും ഒരു സെക്യൂരിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താണ് ഇലക്ട്രോണിക് ഫോം എന്നുള്ളതാണ്. അപ്പോൾ ഇലക്ട്രോണിക് ഫോം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഇൻഫോർമേഷൻ അതൊരു ഇലക്ട്രോണിക് ഫോമിലാണ് എന്ന് പറയുന്നതുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്, അത് ജനറേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അത് സ്റ്റോർ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് ഇലക്ട്രോണിക്കലി ആയിരിക്കും. അതായത് ഇൻ്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രോണിക് ഡിവൈസിലായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക, മാനുവലി അല്ലെങ്കിൽ മറ്റേ പേപ്പർ വർക്ക്സ് അല്ല എന്നാണ് പറയുന്നത്.
ഇനി അടുത്തത് എന്താണ് ഇലക്ട്രോണിക് റെക്കോർഡ്സ് എന്നുള്ളതാണ്. എൻ ഇലക്ട്രോണിക് റെക്കോർഡ് ഈസ് ഇൻഫോർമേഷൻ ക്രിയേറ്റഡ്, സ്റ്റോർഡ്, റിസീവ്ഡ് ഓർ സെൻഡ് ഇൻ ഇലക്ട്രോണിക് ഫോം. അതായത് ഇലക്ട്രോണിക് ഫോമിൽ നമ്മളൊരു ഇൻഫോർമേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു, റിസീവ് ചെയ്യുന്നു, നമ്മളത് അയക്കുന്നു. അത്തരത്തിലുള്ള റെക്കോർഡിനെയാണ് ഇലക്ട്രോണിക് റെക്കോർഡ് എന്ന് പറയുക. അതൊരു ഇൻഫോർമേഷനാണ്. ദെൻ ഇലക്ട്രോണിക് ഫോമിലാണ് ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിന് എക്സാമ്പിളാണ് ഇമെയിൽ, ഇലക്ട്രോണിക് ഡോക്യുമെൻറ്റ്സ്, ഡിജിറ്റൽ ഫയൽസ് എല്ലാതും. ഇനി അടുത്തത് എന്താണ് ഇലക്ട്രോണിക് സിഗ്നേച്ചർ. ഇലക്ട്രോണിക് സിഗ്നേച്ചർ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അടുത്തത് എന്താണ് ഫങ്ഷൻ. എ ഫങ്ഷൻ റെഫേഴ്സ് ടു എൻ ഓപ്പറേഷൻ ഓർ ആക്ടിവിറ്റി പെർഫോംഡ് ബൈ എ കമ്പ്യൂട്ടർ ഓർ കമ്പ്യൂട്ടർ സിസ്റ്റം. ഒരു കമ്പ്യൂട്ടറോ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റമോ പെർഫോം ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ഓപ്പറേഷനെയാണ് നമ്മൾ ഫങ്ഷൻ എന്ന് പറയുക. ദാറ്റ് മേ ബി സ്റ്റോറിങ് ദ ഡാറ്റ ആവാം, റിട്രീവിങ് ദ ഡാറ്റ ആവാം, ട്രാൻസ്മിറ്റിംഗ് ദ ഇൻഫോർമേഷൻ ആവാം. ഇനി അടുത്തത് എന്താണ് ഇൻഫോർമേഷൻ. ഇൻഫോർമേഷൻ മീൻസ് ഡാറ്റ ഓർ നോളജ് ദാറ്റ് ഹാസ് മീനിങ് ഓർ യൂസ്ഫുൾനെസ്. യൂസ്ഫുൾ ആയിട്ടുള്ള, മീനിങ് ആയിട്ടുള്ള, കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റേനെയാണ് നമ്മൾ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻ്റർമീഡിയറി ആണ്. ആൻ ഇൻ്റർമീഡിയറി ഈസ് എ പേഴ്സൺ ഓർ ഓർഗനൈസേഷൻ ദാറ്റ് റിസീവ്സ്, സ്റ്റോഴ്സ് ഓർ ട്രാൻസ്മിറ്റ്സ് ദ ഇലക്ട്രോണിക് റെക്കോർഡ്സ് ഓൺ ബിഹാഫ് ഓഫ് അതേഴ്സ്. ഇൻ്റർമീഡിയറി എന്ന് പറഞ്ഞാൽ ഇടനിലക്കാരൻ എന്ന് പറയുന്ന പോലെ തന്നെയാണ് അല്ലേ. അതായത് അതൊരു പേഴ്സൺ ആവാം, ഓർഗനൈസേഷൻ ആവാം, നമ്മുടെ എന്താ പറയുക ഇലക്ട്രോണിക് റെക്കോർഡ്സ് ഒക്കെ റിസീവ് ചെയ്യുകയും സ്റ്റോർ ചെയ്യുകയും ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ മറ്റൊരാൾക്ക് പകരം അത് ഇടയിൽ നിന്ന് ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ ഇൻ്റർമീഡിയറി എന്ന് പറയാം. അപ്പോൾ അതായത് ഈ ഇൻ്റർനെറ്റ് സർവീസുകളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും, ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ടായിരിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഗവൺമെൻറ്റിലേക്ക് നമുക്കൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ അക്ഷയ ഉണ്ട് നമുക്ക് ഇല്ലേ. അപ്പോൾ അതെല്ലാം ഈ ഇൻ്റർമീഡിയറിക്ക് വരുന്ന ഉദാഹരണമാണ്. ഇനി അടുത്തത് കീ പെയർ. മെയിനായിട്ടും ക്രിപ്റ്റോഗ്രഫിയിൽ 2 കീസാണുള്ളത്. നമ്മളത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 കീ ആണ്, പബ്ലിക് കീയും പ്രൈവറ്റ് കീയും. പബ്ലിക് കീ മീൻസ് യു ക്യാൻ ഷെയർ ഇറ്റ് വിത്ത് എനി വൺ എന്നുള്ളതാണ്. പ്രൈവറ്റ് കീ എന്ന് പറഞ്ഞാൽ ഓൺലി യു ക്യാൻ ഹാവ് ഇറ്റ്, നിങ്ങൾക്ക് മാത്രം അത് കൈവശം വയ്ക്കാനായിട്ട് അല്ലെങ്കിൽ അത് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി അത് 2 സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പ്രൈവറ്റ് കീ എന്ന് പറഞ്ഞാൽ അതൊരു സീക്രട്ട് കീ ആണ്, കെപ്റ്റ് ബൈ ഇറ്റ്സ് ഓണർ. ആ ഒരു ഓണർ തന്നെ ആയിരിക്കും അത് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇറ്റ് ഈസ് യൂസ് ടു ക്രിയേറ്റ് എ ഡിജിറ്റൽ സിഗ്നേച്ചർ ഓർ ഡിക്രിപ്റ്റ് ദി സർട്ടൈൻ ഇൻഫോർമേഷൻ. നമ്മളത് ഒരു ഇൻഫോർമേഷൻ നമുക്ക് വായിക്കണം അല്ലെങ്കിൽ നമുക്കത് ക്രിയേറ്റ് ചെയ്യണം, ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. പബ്ലിക് കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ക്യാൻ ബി ഷെയർഡ് വിത്ത് അതേഴ്സ്. ഇറ്റ് ഈസ് യൂസ് ടു വെരിഫൈ എ ഡിജിറ്റൽ സിഗ്നേച്ചർ ഓർ എൻക്രിപ്റ്റ് ദ ഇൻഫോർമേഷൻ. ഇനി നെക്സ്റ്റ് വൺ സെക്യൂരിറ്റി സിസ്റ്റം എന്താണെന്നുള്ളതാണ്. എ സെക്യൂരിറ്റി സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് മെഷേഴ്സ് യൂസ് ടു പ്രൊട്ടക്ട് ദ കമ്പ്യൂട്ടർ റിസോഴ്സസ് ആൻഡ് ഇൻഫോർമേഷൻ. പലതരത്തിലുള്ള കമ്പ്യൂട്ടർ റിസോഴ്സസ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള മെഷേഴ്സാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. ഇറ്റ് ഹെൽപ്സ് പ്രിവെൻറ്റ് അൺഓതറൈസ്ഡ് ആക്സസ്, ഡാമേജ് ഓർ മിസ്യൂസ്. അടുത്തത് സബ്സ്ക്രൈബർ. ആരാണ് സബ്സ്ക്രൈബർ? എ സബ്സ്ക്രൈബർ ഈസ് എ പേഴ്സൺ in whose name a digital signature certificate is issued. ആ ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത ആളെ വിളിക്കുന്ന പേരാണ് സബ്സ്ക്രൈബർ എന്നുള്ളത്. ദ സബ്സ്ക്രൈബർ ഈസ് റെസ്പോൺസിബിൾ ഫോർ യൂസിങ് ദ സർട്ടിഫിക്കറ്റ് പ്രോപ്പർലി. ആ ഒരു സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാൻ അധികാരമുള്ളത് ആ വ്യക്തിക്കായിരിക്കും. അപ്പം ഇതാണ് നമ്മുടെ കുറച്ച് ടേംസ് റിലേറ്റഡ് ടു സൈബർ ലോ എന്ന് പറയുന്നത്. ഇനി അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് ഏരിയാസ് കവേർഡ് ബൈ സൈബർ ലോ. സൈബർ ലോ ഏതൊക്കെ ഏരിയാസാണ് കവർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്? ഫസ്റ്റ് വൺ ഫ്രോഡാണ്. സൈബർ ലോ ഡീൽസ് വിത്ത് ഫ്രോഡ് കമ്മിറ്റഡ് ത്രൂ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ദ ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിലൂടെ കമ്പ്യൂട്ടേഴ്സിലൂടെ ഒക്കെ നടക്കുന്ന പലതരത്തിലുള്ള ചതികൾ, ഫ്രോഡുകൾ, അതിനെല്ലാം ഡീൽ ചെയ്യുന്നതാണ് നമ്മൾ ഈ പറയുന്ന ഫ്രോഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ കോപ്പിറൈറ്റ് ഇഷ്യൂസ് ആണ്. നമ്മൾ വേറൊരാളുടെ കണ്ടൻറ്റ് ഉപയോഗിക്കുന്നതിനെയാണ് കോപ്പിറൈറ്റ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ വേറൊരാളുടെ സോഫ്റ്റ്വെയർ ആവാം, മ്യൂസിക് ആവാം, വീഡിയോസ് ആവാം, റിട്ടൺ മെറ്റീരിയൽ ആവാം, അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിനെയാണ് കോപ്പിറൈറ്റ് എന്ന് പറയുന്നത്. അവരോട് പറയാതെ, അവരറിയാതെയൊക്കെ അവർ ടാഗ് ചെയ്യാതെ, മെൻഷൻ ചെയ്യാതെ അങ്ങനെയൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് കോപ്പിറൈറ്റ് വരും. ഇപ്പോൾ നമ്മൾ യൂട്യൂബിൻ്റെ കേസിൽ നമുക്ക് അങ്ങനെ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ കോപ്പിറൈറ്റ് വരും. ആ വീഡിയോന് നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടില്ല. ആ ഒരു വീഡിയോന് മാത്രം നമുക്കത് മോണിറ്റൈസേഷൻ അവൈലബിൾ ആയിരിക്കില്ല.
അടുത്തത് സ്കാംസ് ആണ്. സ്കാംസ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ നമ്മളിപ്പോൾ ഫേക്ക് വെബ്സൈറ്റുകൾ ഉണ്ടാവും, ഓൺലൈൻ ഓഫേഴ്സ്, ഇത് നിങ്ങൾ ലിങ്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5,000 റുപ്പീസ് വിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള സ്കാമുകൾ അതിനെതിരെയും സൈബർ ലോ പ്രവർത്തിക്കുന്നുണ്ട്. ദെൻ ഓൺലൈൻ ഇൻസൾട്ട് ആൻഡ് ക്യാരക്ടർ ഡീഗ്രഡേഷൻ. സൈബർ ലോസ് ക്യാൻ അഡ്രസ് ഹാംഫുൾ ഓർ അൺലോഫുൾ കണ്ടന്റ് പബ്ലിഷ്ഡ് ഓൺലൈൻ അബൌട്ട് അനദർ പേഴ്സൺ. ഇപ്പോൾ ഒരാളെ പറ്റി മോശമായിട്ട് ഒരു വീഡിയോ ഇടുകയാണ്, നമുക്ക് എന്ത് ചെയ്യാം, കംപ്ലൈൻറ്റ് കൊടുക്കാവുന്നതാണ് അല്ലേ. ദെൻ അടുത്തത് ഓൺലൈൻ ഹറാസ്മെൻറ്റ് ആൻഡ് സ്റ്റോക്കിംഗ്. സൈബർ ലോസ് പ്രൊവൈഡ് ഇൻ പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് റിപ്പീറ്റഡ് അൺവാണ്ടഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഓൺലൈൻ ഹറാസ്മെൻറ്റ്. സൈബർ സ്റ്റോക്കിംഗ് മേ ഇൻവോൾവ്സ് മോണിറ്ററിങ്, ത്രെറ്റനിങ് ഓർ കോൺടാക്റ്റിംഗ് എ പേഴ്സൺ റിപ്പീറ്റഡ്ലി. ഇപ്പം ഒരാൾ നമ്മൾ ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും, ആക്ടേഴ്സിനെയൊക്കെ നമ്മൾ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വിളിച്ച് മെസ്സേജ് അയച്ചൊക്കെ ഒരുപാട് അങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാവുന്നതാണ്. അപ്പം അങ്ങനെ ഒരാളെ ഇങ്ങനെ ഓൺലൈനിലൂടെ സ്റ്റോക്ക് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഏരിയയൊക്കെ സൈബർ ലോ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഡാറ്റ പ്രൊട്ടക്ഷൻ, നമ്മുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഇൻഫോർമേഷനും സൈബർ ലോ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, അതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ കോൺട്രാക്റ്റ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ലോ ആണ്. ഇലക്ട്രോണിക് കോൺട്രാക്ട്സ് ആൻഡ് ഓൺലൈൻ എംപ്ലോയ്മെൻറ്റ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് മേ ബി ഗവേൺഡ് ബൈ ലീഗൽ റൂൾസ്. ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. നെക്സ്റ്റ് വൺ ട്രേഡ് സീക്രറ്റ്സ് ആണ്. സൈബർ ലോ ഹെൽപ്പ് പ്രൊട്ടക്ട് ദി കോൺഫിഡൻഷ്യൽ ബിസിനസ് ഇൻഫോർമേഷൻ. നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ലൈക്ക് ആ ഒരു ബിസിനസ്സിൻ്റെ പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ്, കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ബിസിനസ് ഇൻഫോർമേഷൻസ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സൈബർ ലോ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു 8 കാര്യങ്ങളാണ് ഏരിയാസ് കവേർഡ് ബൈ സൈബർ ലോസിൻ്റെ അണ്ടറിൽ വരുന്നത്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് സൈബർ ലോ ആണ്. പലതരത്തിലുള്ള സൈബർ ലോകളുണ്ട്. നമുക്ക് മെയിനായിട്ടും 8 എണ്ണമാണ് വരുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രൈവസി ലോസ് ആണ്. പ്രൈവസി ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്ടക്റ്റ് പേഴ്സണൽ ആൻഡ് പ്രൈവറ്റ് ഇൻഫോർമേഷൻ. നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഉണ്ടായിരിക്കുമല്ലോ, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ലോ ആണ് പ്രൈവസി ലോ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ സൈബർ ക്രൈം ലോ ആണ്. ഇറ്റ് ഡീൽസ് വിത്ത് ക്രൈംസ് കമ്മിറ്റഡ് യൂസിങ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇൻ്റർനെറ്റ്. കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ചോ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചോ നമ്മൾ ചെയ്യുന്ന പലതരത്തിലുള്ള ക്രൈമുകളെ ഡീൽ ചെയ്യുന്ന ലോ ആണ് സൈബർ ക്രൈം ലോ എന്ന് പറയുന്നത്. തേർഡ് വൺ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ലോസ് ആണ്. പ്രൊട്ടക്റ്റ് കോപ്പിറൈറ്റ്, പേറ്റൻറ്റ്, ട്രേഡ് മാർക്ക് ആൻഡ് അതർ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി. ഇപ്പോൾ നമ്മുടെ ഒരു കമ്പനിയുടെ പേറ്റൻറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ട്രേഡ് മാർക്ക് ഉണ്ടായിരിക്കും, കോപ്പിറൈറ്റ് ഉണ്ടായിരിക്കും. ഇതിനെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലോ ആണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ലോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ സൈബർ സെക്യൂരിറ്റി ലോ ആണ്. ദിസ് പ്രൊവൈഡ് റൂൾസ് ഫോർ പ്രൊട്ടക്റ്റിംഗ് കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ഇൻഫോർമേഷൻ. നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫോർമേഷൻസ് എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള റൂൾസാണ് ഈ സൈബർ സെക്യൂരിറ്റി ലോയിൽ വരുന്നത്. ദെൻ ഇ കൊമേഴ്സ് ലോസ് ആണ്. ഇ കൊമേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻ്റർനെറ്റ് ത്രൂ ചെയ്യുന്ന കൊമേഴ്സാണ് ഇ കൊമേഴ്സ്. ഇലക്ട്രോണിക് കൊമേഴ്സ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഈ ഇ കൊമേഴ്സിന് മായി ബന്ധപ്പെട്ടിട്ടുള്ള ലോ. ഫോർ എക്സാമ്പിൾ നമ്മൾ ഓൺലൈനിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് പലതരത്തിലുള്ള സ്കാമുകൾ ഇന്നത്തെ കാലത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബൈയിങ്, സെല്ലിങ്, ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻസ് അതിനൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന ലോ ആണ് ഇ കൊമേഴ്സ് ലോസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് ലോ ആണ്. ഇറ്റ് പ്രൊവൈഡ്സ് ലീഗൽ റെക്കഗ്നിഷൻ ആൻഡ് റൂൾസ് ഫോർ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ്. അപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലോ ആണ് അവിടെ വരുന്നത്. ദെൻ സോഷ്യൽ മീഡിയ ആൻഡ് ഓൺലൈൻ കണ്ടൻറ് റെഗുലേഷൻസ്. അതായത് നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഓൺലൈൻ കണ്ടൻറ് ആക്ടിവിറ്റീസിനെല്ലാം റെഗുലേറ്റ് ചെയ്യുന്ന ലോ ആണ് അത്. ദെൻ അടുത്തത് ഇൻ്റർനാഷണൽ സൈബർ സെക്യൂരിറ്റി എഗ്രിമെൻറ്റ്സ് ആണ്. ഇറ്റ് എൻകറേജ് കൺട്രീസ് ടു കോപ്പറേറ്റ് എഗെയിൻസ്റ്റ് ദ ഇൻ്റർനാഷണൽ സൈബർ ത്രെറ്റ്സ്. നമ്മൾ ഇൻ്റർനാഷണൽ ആയിട്ട് നടക്കുന്ന പലതരത്തിലുള്ള സൈബർ ത്രെറ്റുകൾ ഉണ്ടായിരിക്കും, ഫ്രോഡുകൾ ഉണ്ടായിരിക്കും. അപ്പം അതിനെയൊക്കെ അതിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി ഉള്ള ഒരു എഗ്രിമെൻറ്റ്സ് ആണ് ഇൻ്റർനാഷണൽ സൈബർ സെക്യൂരിറ്റി എഗ്രിമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് ലോ ആണത്. അപ്പോൾ ഇങ്ങനെ 8 എണ്ണമാണ് പലതരത്തിലുള്ള സൈബർ ലോ ആയിട്ട് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്കിത് 1 by 1 ആയിട്ട് ചെറിയ മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ ഇത് മൊത്തമായിട്ടൊരു ഷോർട്ട് എസ്സേ പോലെയും നമുക്ക് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൈബർ ലോ എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. ദെൻ
അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് സൈബർ ലോ ആണ്. അപ്പോൾ നമുക്ക് തന്നെ അത് ഉണ്ടാക്കി എഴുതാം. ഇത്തരത്തിൽ സൈബർ ലോസ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? പലതരത്തിലുള്ള സൈബർ ക്രൈംസിൽ നിന്നും ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യും ഇല്ലേ. ഇനി അതേപോലെ തന്നെ നമുക്കൊരു ലീഗൽ റെക്കഗ്നീഷൻ, നമ്മുടെ എന്താ പറയുക, ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻസിനൊക്കെ ഒരു ലീഗൽ റെക്കഗ്നീഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ പേഴ്സണൽ അല്ലെങ്കിൽ ബിസിനസ് ഇൻഫോർമേഷൻസ് എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മുടെ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സിന് ഒരു ലീഗൽ റെക്കഗ്നീഷൻ കൊടുക്കുന്നുണ്ട്. ദെൻ ഹെൽപ്സ് മെയിൻറ്റെയിൻ സെക്യൂരിറ്റി ഇൻ സൈബർ സ്പേസ്. മൊത്തത്തിൽ നമ്മുടെ സൈബർ സ്പേസിൽ ഒരു സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതാണ് സൈബർ ലോൻ്റെ അഡ്വാൻറ്റേജ്. ഇനിയും ഒരുപാട് എഴുതാം നമുക്ക്. ഇപ്പോൾ നമ്മുടെ പലതരത്തിലുള്ള ഓൺലൈൻ ട്രാൻസാക്ഷൻസ്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു കൊമേഴ്സിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ കൊമേഴ്സിൻ്റെ ബൈയിങ് സെല്ലിങ്ങിൻ്റെ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ്റെയൊക്കെ ഒരു പ്രൊട്ടക്ഷൻ, അതിൻ്റെ കാര്യം നമുക്ക് പറയാം. പിന്നെ ഓൺലൈൻ സ്റ്റോക്കിങ്ങിൻ്റെ കാര്യം, ഓൺലൈൻ ഫ്രോഡുകൾ നടക്കുന്നുണ്ട്, അതിൽ നിന്നുള്ളൊരു പ്രൊട്ടക്ഷൻ, അങ്ങനെ സോഷ്യൽ മീഡിയയുടെ കാര്യം നമുക്കിവിടെ പറയാം. അപ്പോൾ എല്ലാത്തിൽ നിന്നൊരു പ്രൊട്ടക്ഷനാണ് സൈബർ ലോ ത്രൂ നമുക്ക് കിട്ടുന്നത്. ഇതന്നെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കൊമേഴ്സ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഏരിയ ആണ്. ഇതൊക്കെ എസ് ആയിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. എന്താണ് കൊമേഴ്സ്, വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് കൊമേഴ്സ്, അല്ലെങ്കിൽ അതിൽ വരുന്ന അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് വരാം. അപ്പോൾ നമുക്കിതൊക്കെ സിമ്പിളായിട്ട് നമ്മുടെ കയ്യിൽ നിന്നിട്ട് എഴുതാവുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം അതിൻ്റെ ഫുൾ ഫോം പഠിച്ചു വയ്ക്കുക. ഇലക്ട്രോണിക് കൊമേഴ്സ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം വരുന്നത്. So this means buying and selling goods and services through electronic network, especially the internet. ഈ ഒരു കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ, ഇലക്ട്രോണിക് കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനെറ്റിൻ്റെ ഹെൽപ്പോട് കൂടി ഇലക്ട്രോണിക് ഡിവൈസുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഇൻ്റർനെറ്റിൻ്റെ ഹെൽപ്പോട് കൂടി ആമസോണിൽ നിന്നും നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ അതാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് അലോസ് കസ്റ്റമേഴ്സ് ആൻഡ് ബിസിനസ്സസ് ടു കണ്ടക്ട് ദ ട്രാൻസാക്ഷൻസ് ഓൺലൈനിലാണ് ഈ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ്ലി നടത്തുന്നത് അല്ലേ. പേയ്മെൻറ്റിൻ്റെ കാര്യം ആയിക്കോട്ടെ, ഓർഡേഴ്സിൻ്റെ കാര്യം ആയിക്കോട്ടെ, ഇൻവോയ്സിൻ്റെ കാര്യം ആയിക്കോട്ടെ, എല്ലാം ക്യാരിഡ് ഔട്ട് ഇലക്ട്രോണിക്കലി. സോ എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ഓൺലൈൻ ഷോപ്പിംഗ്, ഓൺലൈൻ ബാങ്കിങ്, ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ്. കൊമേഴ്സ് സേവ്സ് ടൈം ആൻഡ് മേക്സ് ബിസിനസ്സസ് പോസിബിൾ അക്രോസ് ജിയോഗ്രഫിക്കൽ ബൗണ്ടറീസ്. അതായത് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഓർഡർ ചെയ്യാം എന്നുള്ളതാണ്. ഇത്ര സമയം എന്നുള്ളതില്ല. 24 hours നമുക്കിത് അവൈലബിൾ ആണ്. നമുക്ക് സമയം ലാഭിക്കാം. ഒരു ഷോപ്പിൽ പോയി നമ്മൾ അവിടെ നോക്കി സെലക്ട് ചെയ്ത് വാങ്ങിക്കേണ്ട ഒരു സിറ്റുവേഷനൊന്നും ഇവിടെ ഇല്ല. നമുക്ക് ഓൺലൈനായിട്ട് തന്നെ സിമ്പിളായിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം അല്ലേ. നമ്മുടെ വീട്ടിലേക്ക് സംഭവം എത്തിച്ചു തരും. അപ്പം അതാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസ് ഓർ ബെനിഫിറ്റ്സ് ആണ്. അവൈലബിൾ 24 hours a day, സേവ് ടൈം ആൻഡ് എഫേർട്ട്, പ്രൊവൈഡ് എ വൈഡ് ചോയ്സ് ഓഫ് പ്രൊഡക്ട്സ്. നമുക്കത് ഇഷ്ടപ്പെട്ടില്ല, നമുക്ക് അപ്പം തന്നെ മാറ്റാം, അടുത്ത കടയിലേക്ക് വണ്ടി വിളിച്ച് പോകേണ്ട ഒരു ആവശ്യമില്ല നമുക്കിവിടെ. ദെൻ മേക്സ് ട്രാൻസാക്ഷൻസ് കൺവീനിയൻറ്റ്. ഇപ്പോൾ എന്താണ് EMI ആയിട്ടൊക്കെ അടയ്ക്കാനുള്ള ഒരു ഓപ്ഷൻസ് വരെ നമുക്ക് അവൈലബിൾ ആണ് അല്ലേ. ദെൻ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തുകൊണ്ട് അടയ്ക്കാം. അപ്പം അങ്ങനെ നമ്മുടെ ഒരു കൺവീനിയൻ്റ് അനുസരിച്ച് നമുക്ക് ട്രാൻസാക്ഷൻസ് ചെയ്യാം എന്നുള്ളതാണ്. ദെൻ അലോ ദ ബിസിനസ്സസ് ടു റീച്ച് കസ്റ്റമേഴ്സ് ഗ്ലോബലി ആണ്, അല്ലാതെ ഒരു പെർട്ടിക്കുലർ ഏരിയനെ മാത്രമല്ല ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. ദെൻ അതിൻ്റെ അഡ്വാൻറ്റേജസ് വീണ്ടും കൊടുത്തിട്ടുണ്ട്. ഇതന്നെയാണ് നമ്മൾ ബെനിഫിറ്റ്സിൽ പറഞ്ഞത് തന്നെ നമുക്ക് ഇവിടെയും പറയാം. 24/7 അവൈലബിൾ ആണ്, ആക്സസ് ടു ലാർജ് മാർക്കറ്റ്, ദെൻ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഒക്കെ ഇവിടെ നമുക്ക് റെഡ്യൂസ് ചെയ്യാം, കസ്റ്റമർ സർവീസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം, മേക്സ് മാർക്കറ്റിംഗ് ഈസിയർ. പിന്നെ കസ്റ്റമേഴ്സിനെ കുറിച്ചും സെയിൽസ് ഇൻഫോർമേഷനെ കുറിച്ചൊക്കെ ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് ഇതൊത്തിരി ബിസിനസ്സുകാരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് അഡ്വാൻറ്റേജസ് ഓഫ് കൊമേഴ്സ് ടു കമ്പനീസ് ആണ്. കമ്പനീസിന് എങ്ങനെയാണ് കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള അഡ്വാൻറ്റേജസ് ഉള്ളത്. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് കൊമേഴ്സ് ടു കൺസ്യൂമേഴ്സിന് എന്താണ് ഇതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ്? ഇതന്നെയാണ്, നമുക്ക് ടൈം ലാഭിക്കാം, കൺവീനിയൻ്റ് ആണ്, നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഷോപ്പ് ചെയ്യാൻ പറ്റും, ഒരുപാട് പ്രൊഡക്റ്റ് ചോയ്സുകളുണ്ട്. ദെൻ കമ്പാരിസൺ, നമുക്ക് പ്രൈസ് കമ്പാരിസൺ ചെയ്യാം, നമുക്ക് അതിൽ തന്നെ സോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ലോവർ പ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കത് സോർട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഒരുപാട് ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് ഫ്രം ഡിഫറെൻറ്റ് ലൊക്കേഷൻസ് നമുക്കതിലേക്ക് ആക്സസ് ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ്. ഓൺലൈൻ പേയ്മെൻറ്റ് നമുക്ക് നടത്താം, ഹോം ഡെലിവറി അവൈലബിൾ ആണ്. ഇനി അടുത്തത്
അതിൻ്റെ ലിമിറ്റേഷൻസ് ചോദിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ട്, പ്രൈവസി റിസ്കുകളുണ്ട്, ഫിസിക്കൽ ഇൻസ്പെക്ഷൻ ഓഫ് പ്രൊഡക്ട്സ്. നമുക്ക് ഒരു കടയിൽ പോയി ഒരു സാധനം, ഇപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ക്ലോത്ത് നമ്മൾ തൊട്ട് നോക്കിയൊക്കെ വാങ്ങുന്ന ആ ഒരു ഫീലൊന്നും എന്തായാലും ഇവിടെ നമുക്ക് കിട്ടില്ല. ഓൺലൈൻ ഫ്രോഡുകൾ ഇവിടെ നടക്കാം, നമ്മുടെ പൈസ നഷ്ടപ്പെടാം, ഡെലിവറി ഡിലേകൾ സംഭവിക്കാം, ടെക്നിക്കൽ പ്രോബ്ലംസ് ഒക്കെ വരാം, നമ്മുടെ ട്രാൻസാക്ഷൻസിനെ അത് ബാധിക്കാം എന്നൊക്കെയാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഇതിൽ പറയുന്നത് ഇ-കൊമേഴ്സ് ബിസിനസ് മോഡൽസ് ഓർ ടൈപ്സ് ഓഫ് ഇ-കൊമേഴ്സ് ആണ്. ഏത് രീതിയിൽ വേണമെങ്കിലും ചോദ്യം വരാം. നമുക്ക് ബിസിനസ് മോഡലുകളും എന്നുള്ള രീതിയിലും ചോദിക്കാം, ടൈപ്സ് എന്നുള്ള രീതിയിലും ചോദിക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു 7 ടൈപ്പാണ് വരുന്നത്. സോ 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ B2B അഥവാ ബിസിനസ് ടു ബിസിനസ്. ട്രാൻസാക്ഷൻസ് ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ 2 ബിസിനസ്. അതായത് 2 ബിസിനസ്സുകൾ തമ്മിലായിരിക്കും ഇവിടെ ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ടായിരിക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു മാനുഫാക്ചറർ ആളുടെ പ്രൊഡക്ട്സ് ഒരു ഹോൾസെയിലർക്ക് വിൽക്കുവാണ്. അപ്പോൾ 2 പേരും ഇവിടെ ബിസിനസ്സുകാരാണ് അല്ലേ. അപ്പോൾ അതാണ് ബിസിനസ് ടു ബിസിനസ്. ഇനി അടുത്തത് ബിസിനസ് ടു കൺസ്യൂമർ ആണ്. എ ബിസിനസ് സെൽസ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ് ഡയറക്ട്ലി ടു കൺസ്യൂമർ. നമ്മളിപ്പോൾ ഒരു ആമസോണിൽ നിന്നോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നോ മീഷോയിൽ നിന്നോ ഒരു സാധനം നമ്മൾ മേടിക്കുന്നു, അത് B2C ആണ്, ബിസിനസ് ടു കൺസ്യൂമർ അഥവാ ബിസിനസ് ടു കസ്റ്റമർ ആണ്. ഇനി അടുത്തത് C2B ആണ്. C2B എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ തിരിച്ച് കൺസ്യൂമർ ടു ബിസിനസ് ആണ്. ആൻ ഇൻഡിവിജ്വൽ ഓഫേഴ്സ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ് ടു എ ബിസിനസ് എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ഫ്രീലാൻസർ ആളുടെ സർവീസ് ഒരു കമ്പനിക്ക് പ്രൊവൈഡ് ചെയ്യുന്നു, അതാണ് അവിടെ വരിക. ഇനി അടുത്തത് കൺസ്യൂമർ ടു കൺസ്യൂമർ ആണ്. കൺസ്യൂമർ ടു കൺസ്യൂമർ, വൺ കൺസ്യൂമർ സെൽസ് ഗുഡ്സ് ഓർ സർവീസ് ടു അനദർ കൺസ്യൂമർ. ഒരാൾ മറ്റൊരാൾക്ക് എന്ത് ചെയ്യുന്നു, തൻ്റെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് ബെസ്റ്റ് ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ് OLX എന്ന് പറയുന്നത്. അവിടെ 2 കൺസ്യൂമേഴ്സ് ആയിരിക്കും ഇത് ഡീൽ ചെയ്യുന്നുണ്ടായിരിക്കുക. നെക്സ്റ്റ് വൺ ബിസിനസ് ടു ഗവൺമെൻറ് ആണ്. ബിസിനസ് പ്രൊവൈഡ് ഗുഡ്സ് ഓർ സർവീസസ് ടു ഗവൺമെൻറ് ഓർഗനൈസേഷൻസ്. ബിസിനസ് അവരുടെ പലതരത്തിലുള്ള ഗുഡ്സും സർവീസുകളും ഗവൺമെൻറ്റിന് കൊടുക്കുന്നതിനെയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു സോഫ്റ്റ്വെയർ കമ്പനി അവരുടെ സോഫ്റ്റ്വെയർ ഒരു ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുകയാണ്, അതാണ് അവിടെ എക്സാമ്പിൾ വരിക. ഇനി നേരെ തിരിച്ച്, അതായത് ഗവൺമെൻറ് ടു ബിസിനസ്. ഗവൺമെൻറ് ടു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഗവൺമെൻറ് ഒരു ബിസിനസ്സിനെ അപ്രോച്ച് ചെയ്യാണ്, ഇപ്പോൾ ടാക്സിൻ്റെ സർവീസുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ബിസിനസ് രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ് ബിസിനസ്സിനെ അപ്രോച്ച് ചെയ്യും അല്ലേ. അപ്പോൾ അതാണ് G2B എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ G2C ആണ്, ഗവൺമെൻറ് ടു സിറ്റിസൺ. ഇപ്പം നമുക്ക് എല്ലാ തരത്തിലുള്ള എന്താ പറയുക ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡാറ്റയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. അപ്പോൾ അതാണ് ഗവൺമെൻറ് ടു സിറ്റിസൺ. ഗവൺമെൻറ് പ്രൊവൈഡ് ഓൺലൈൻ സർവീസസ് ഡയറക്ട്ലി ടു സിറ്റിസൺസ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് പലതരത്തിലുള്ള ഇ-കൊമേഴ്സ് ബിസിനസ് മോഡൽസ് അഥവാ ഇ-കൊമേഴ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് നമുക്ക് പറയുന്നത്. ഇനി യെസ്, അപ്പോൾ ഇത്രയും പോർഷനാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ഒരു ടോപ്പിക്കും കൂടി എടുക്കാം. മാർക്കറ്റിംഗ്, ഇ-കൊമേഴ്സ് ആൻഡ് ബിസിനസ് 3 ഡിഫറെൻറ്റ് ടേംസ് ആണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് പഠിച്ചു വയ്ക്കുക. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് മാർക്കറ്റിംഗ് ആണ്. അതായത് നമ്മൾ ഡിജിറ്റൽ ചാനൽസ് ഉണ്ടായിരിക്കും, സോഷ്യൽ മീഡിയ, ഇമെയിൽ ത്രൂ, വെബ്സൈറ്റ് ത്രൂ ഒക്കെ നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുക. അതാണ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ. കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ചെയ്ത പ്രൊഡക്ട്സിനെ നമ്മൾ സെല്ല് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മളത് വാങ്ങുകയോ ചെയ്യുന്നതിനെയാണ് കൊമേഴ്സ് എന്ന് പറയുക. ഇനി ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രോണിക്കലി നടത്തുന്ന പലതരത്തിലുള്ള ബിസിനസ്സുകളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. യൂസിങ് ഡിജിറ്റൽ ടെക്നോളജി ടു ക്യാരി ഔട്ട് വൈഡ് റേഞ്ച് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡിങ് സെയിൽസ്, മാർക്കറ്റിംഗ്, കസ്റ്റമർ സർവീസസ്, ഇൻറ്റേർണൽ ഓപ്പറേഷൻസ്. ഇതെല്ലാം നമ്മൾ അതായത് ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്നതിനെയാണ് ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ടോപ്പിക്സ് ആണ്. അപ്പോൾ ഈ 3 ഡിഫറെൻറ്റ് ടോപ്പിക്സും പഠിച്ചു വയ്ക്കുക. എന്താണ് മാർക്കറ്റിംഗ്, എന്താണ് കൊമേഴ്സ്, എന്താണ് ബിസിനസ് എന്നുള്ളത്. ബാക്കി ടോപ്പിക്സ് നമ്മൾ അടുത്ത പാർട്ടിൽ എടുക്കുന്നതായിരിക്കും. ഇതാണ് പാർട്ട് 1 എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നുള്ള എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വിത്ത് നോട്ട്സ്. അപ്പോൾ കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ അവൈലബിൾ ആണ്, അത് നോക്കി ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്ത പാർട്ട് വേഗം ഇടാം, അതിൽ നമുക്ക് അടുത്ത പോർഷൻസ് എടുക്കാം. ഓക്കെ, താങ്ക് യു.